ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉപ്പേരി ചക്ക കിട്ടി. അപ്പം നാടൻ രീതിയിൽ എളുപ്പമാർഗ്ഗത്തിൽ ഉപ്പേരി എങ്ങനെ ചക്ക കൊണ്ട് എങ്ങനെ ഉപ്പേരി വെക്കാമെന്ന് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കും. ചക്ക പകുതി മുറിച്ചിട്ട് ഇങ്ങനെ തൊലി കളയാം. തൊലി കളഞ്ഞ ചക്ക വീണ്ടും 4 കഷ്ണങ്ങളാക്കാം. 4 കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കൂൺഭാഗം ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി അരിയാം. ഇങ്ങനെ കത്തിനെ കൊണ്ട് ഇങ്ങനെ വീശി മുറിച്ചാൽ മതി. ഈ പരുവത്തിന് മുറിച്ചെടുക്കുക. കൈയൊക്കെ നാശമാവും, കാരണം ആ ചക്കയുടെ പശ ഉണ്ടല്ലോ, അതാണ് കയ്യിലൊക്കെ ആവുന്നത്. ഈ രീതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പണ്ടുള്ള ആളുകൾ ഇങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛമ്മയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കൊത്തി ഇരുന്ന അരിയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ഉപ്പേരി പരുവത്തിൽ തന്നെയാണ് കിട്ടുക. അതിന് എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അതിലേക്ക് ഈ പൊടിച്ചെടുത്ത ചക്കയിലേക്ക് ഉപ്പ്, കുറച്ച് വെള്ളം എടുത്ത് നന്നാക്കി അടച്ച് വെച്ച് വയ്ക്കും. ഈ അടച്ച് വെച്ച് അതവിടെ വേവുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു കൂട്ട് റെഡിയാക്കാറുണ്ട്. നാളികേരം, പച്ചമുളക്, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി. ഇതൊരു ചമ്മന്തി പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത മിശ്രിതം എന്ത് ചെയ്യുക, വെന്ത ചക്കയിൽ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ചക്കയിലേക്ക് ഒഴിക്കുക. നല്ല നാടൻ രീതിയിൽ ചക്ക ഉപ്പേരി റെഡി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദേവൂസ് ഫാമിലിയാണ്.